നമസ്കാരം. ചെറുതുരുത്തി കേരള കലാമണ്ഡലം കൽപ്പിത സർവകലാശാലയിലെ സാമ്പത്തിക പ്രതിസന്ധി സംബന്ധിച്ച വാർത്തകൾ. സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് 120ഓളം താൽക്കാലിക ജീവനക്കാരെ പിരിച്ചുവിടുകയും അതിൻ്റെ വിശദീകരണമെന്ന നിലയിൽ വൈസ് ചാൻസലർ അതിരൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് കലാമണ്ഡലം കടന്നുപോകുന്നതെന്ന് വ്യക്തമാക്കുകയും ചെയ്തു. ഒടുവിൽ സാംസ്കാരിക വകുപ്പ് മന്ത്രി ഇടപെട്ടാണ് പ്രശ്നത്തിന് പരിഹാരം കാണുമെന്ന് ഉറപ്പു നൽകിയതിനെ തുടർന്നാണ് ഈ ജീവനക്കാരെ തിരിച്ചെടുത്തത്. സത്യത്തിൽ കേരള കലാമണ്ഡലം പോലെ ഒരു സ്ഥാപനത്തിലുണ്ടാകുന്ന സാമ്പത്തിക പ്രതിസന്ധിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഒരു കാരണവശാലും കലാമണ്ഡലത്തിൽ അത്തരമൊരു പ്രതിസന്ധി ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. അത് സർക്കാർ ഫണ്ടുകളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള ഫണ്ടുകളെയോ ആശ്രയിച്ചുകൊണ്ടല്ലാതെ തന്നെ സാമ്പത്തികമായി സ്വയം പര്യാപ്തത നേടാൻ കഴിവുള്ള ഒരു സ്ഥാപനമാണ് സത്യത്തിൽ കേരള കലാമണ്ഡലം. അതിൻ്റെ ആ ഒരു തലത്തിലേക്ക് കലാമണ്ഡലം അധികാരികൾ എത്രമാത്രം ചിന്തിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അത്തരം പ്രവർത്തനങ്ങൾ കലാമണ്ഡലത്തിൽ നടക്കുന്നുണ്ടോ എന്നുള്ളത് സംബന്ധിച്ച് എനിക്കിപ്പോഴും ഒരു വ്യക്തത ലഭിക്കുന്നില്ല. ഇവിടെ കലാമണ്ഡലം പോലൊരു സ്ഥാപനമെന്ന് പറയുമ്പോൾ വ്യത്യസ്ത രീതിയിലുള്ള കലകൾ അഭ്യസിക്കുന്ന നിരവധി കുട്ടികൾ, ഗുരുനാഥന്മാർ, ഇവരെല്ലാം അടങ്ങിയ ഒരു കലാപ്രസ്ഥാനം. ഈ പ്രസ്ഥാനത്തെ സംബന്ധിച്ച് കലയുടെ മാർക്കറ്റിംഗ് എന്ന വാക്ക് ഞാൻ ഉപയോഗിക്കുന്നില്ല. പക്ഷേ കലയെ വളരെ ഫലപ്രദമായി ഒരു സ്ഥാപനത്തിൻ്റെ സാമ്പത്തിക സ്വയം പര്യാപ്തതയ്ക്ക് പ്രയോജനപ്പെടുത്താൻ കഴിയുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ തീർച്ചയായും കേരള കലാമണ്ഡലത്തിൽ നടപ്പാക്കാൻ കഴിയുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ചെറുതുരുത്തി എന്ന ഗ്രാമം സത്യത്തിൽ തൃശ്ശൂർ, പാലക്കാട് ജില്ലകളുടെ അതിർത്തി പ്രദേശത്ത് നിലകൊള്ളുന്ന ഉത്സവങ്ങളുടെ തലസ്ഥാനമെന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്ന ഒരു പ്രദേശമാണ്. ഈ പ്രദേശത്ത് നിന്ന് ഉത്സവങ്ങളിലേക്ക്, ഇപ്പോൾ നമ്മുടെ ഉത്സവ കമ്മിറ്റികൾ, മിക്ക കമ്മിറ്റികളും 10-15 ദിവസമൊക്കെ നീണ്ടു നിൽക്കുന്ന ഉത്സവങ്ങൾ പല ക്ഷേത്രങ്ങളിലും അതുപോലെ തന്നെ ക്ലബ്ബുകളുടെ, വായനശാലകളുടെയൊക്കെ നേതൃത്വത്തിലുള്ള ആഘോഷ പരിപാടികൾ, മറ്റ് വൈവിധ്യങ്ങളായ സാംസ്കാരിക പരിപാടികളൊക്കെ നിലനിൽക്കുന്ന ഒരു പ്രദേശമാണ് ഈ തൃശ്ശൂർ, പാലക്കാട് ജില്ലകൾ. കലാമണ്ഡലം പോലുള്ള ഒരു സ്ഥാപനത്തിൽ സ്വാഭാവികമായും ഇത്തരത്തിൽ ഉള്ള ആഘോഷ പരിപാടികൾക്കെല്ലാം കലാപരിപാടികൾ അവതരിപ്പിച്ച് ജനങ്ങൾക്ക് ഹൃദ്യമായ രീതിയിലുള്ള കലാപരിപാടികൾ പകർന്നുകൊടുത്ത് അവരെ ആഹ്ലാദിപ്പിക്കാൻ കരുത്തുള്ള വലിയൊരു വിഭാഗം ആളുകളുള്ള ഒരു കലാക്ഷേത്രമാണ് കലാമണ്ഡലം. അതുകൊണ്ട് തന്നെ ഇത്തരം ആഘോഷ പരിപാടികൾക്ക് പല കമ്മിറ്റിക്കാരും മികച്ച കലാരൂപങ്ങളൊന്നും കിട്ടാതെ വിഷമിക്കുമ്പോൾ കലാമണ്ഡലം പോലൊരു സ്ഥാപനത്തിൽ ഒരു നിശ്ചിത നിരക്കിൽ കലാപ്രവർത്തനങ്ങൾ പുറമെ അവതരിപ്പിക്കാൻ കഴിയുന്ന സംഘങ്ങളെ വാർത്തെടുക്കുകയും അത്തരം സംഘങ്ങൾക്ക് ഞാനൊരു കാര്യം ഉറപ്പിച്ച് പറയാം, വർഷത്തിൽ 365 ദിവസവും, അത് മഴക്കാലം, വേനൽക്കാലം എന്ന് വേണ്ട മിക്ക ദിവസങ്ങളിലും ഉത്സവങ്ങൾ നടക്കുന്ന ഒരു പ്രദേശമാണിത്. എല്ലാ ദിവസവും മികച്ച പരിപാടികൾ പല പ്രദേശങ്ങളിലും അവതരിപ്പിക്കാൻ കഴിവുള്ള സംഘങ്ങളെ രൂപീകരിക്കുകയും ഇതിനായൊരു പ്രത്യേക വിഭാഗം തന്നെ കലാമണ്ഡലത്തിൽ ഉണ്ടാക്കുകയും ആ വിഭാഗത്തിന് സ്വന്തമായി ഒരു സാമ്പത്തികമായ ഒരു ചിട്ടവട്ടങ്ങളെല്ലാം ഉണ്ടാക്കി ഇത്തരം പ്രോഗ്രാമുകൾക്ക് കുട്ടികളെ വളരെ സുരക്ഷിതമായി അധ്യാപകരുടെ നേതൃത്വത്തിൽ, അധ്യാപകർക്കും വേണമെങ്കിൽ ഇതിൻ്റെ ഭാഗമാകാം, അതിപ്പോൾ സൗജന്യമായിട്ട് അവർ ചെയ്യണമെന്നില്ല. ഇപ്പം നമ്മൾ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം എന്ന സങ്കല്പമൊക്കെ പോലെ ഈ കല അഭ്യസിക്കുന്നതിനോടൊപ്പം തന്നെ ആ കലയിൽ നിന്ന് വരുമാനം നേടി സ്വന്തം നിലയിൽ പഠനം നടത്താൻ കഴിവുള്ളവരായി വിദ്യാർത്ഥികൾക്ക് മാറാൻ കഴിയുന്ന ഒരവസരം കൂടിയായിരിക്കും അത്തരത്തിൽ ഒരു രീതിയിലേക്ക് മാറുന്നത് എന്നെനിക്ക് തോന്നിപ്പോകാറുണ്ട്. ഇത്തരം പ്രോഗ്രാമുകൾ അവതരിപ്പിക്കുമ്പോൾ ഇപ്പോൾ പല പ്രാദേശികമായിട്ട് ഉള്ള പ്രോഗ്രാമുകൾക്കൊക്കെ പല ട്രൂപ്പുകളും അല്ലെങ്കിൽ പല ഇത്തരത്തിലുള്ള നൃത്ത സംഘങ്ങളുമൊക്കെ വലിയ രീതിയിലുള്ള തുകയാണ് വാങ്ങുന്നത്. ഒരു നിശ്ചിത നിരക്കിൽ കലാമണ്ഡലത്തിലെ ടീമിന് ഇത് അവതരിപ്പിക്കാൻ കഴിയുകയും
ഇങ്ങനെ ഇത്തരം പ്രോഗ്രാമുകളിലൂടെ കണ്ടെത്താൻ ലക്ഷക്കണക്കിന് രൂപ ഒരുപക്ഷെ കലാമണ്ഡലത്തിലെ ഇത്തരമൊരു വിഭാഗത്തിന് കണ്ടെത്താൻ കഴിയും. അതോടുകൂടി തന്നെ ഈ സ്ഥാപനത്തിൻ്റെ സാമ്പത്തിക പ്രതിസന്ധിക്ക് വലിയ രീതിയിലുള്ള പരിഹാരമാവുകയും ചെയ്യും എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. തീർച്ചയായും പ്രോഗ്രാമുകൾക്ക് യാതൊരു തരത്തിലുള്ള ക്ഷാമവും ഈ നാട്ടിൽ നേരിടാനിടയില്ല. ഒട്ടേറെ ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന പൂരാഘോഷങ്ങളാകട്ടെ, അതല്ലെങ്കിൽ ചെറു അയ്യപ്പൻ വിളക്കുകൾ മുതൽ മറ്റ് ക്ഷേത്രോത്സവങ്ങൾ തുടങ്ങി ഒട്ടേറെ പരിപാടികൾ നടക്കുന്ന ഒരു പ്രദേശമാണ്. ഈ ക്ഷേത്രകലകൾക്കൊക്കെ വലിയ പ്രാധാന്യം നൽകുന്ന കലാസ്ഥാപനത്തിൽ നിന്ന് എത്തുന്നവർക്ക് വലിയ രീതിയിലുള്ള സ്വീകാര്യത ജനങ്ങൾക്കിടയിൽ ലഭിക്കും. അത് ഒരു പ്രവണതയായി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഇത്തരം ഉത്സവപ്പറമ്പുകളിൽ നിന്നെല്ലാം സ്വകാര്യ ട്രൂപ്പുകളും മറ്റുമൊക്കെ സമ്പാദിക്കുന്ന പണം അവർക്കും ഈ നാട്ടിൽ കലാപരിപാടികൾ അവതരിപ്പിക്കണം. അതോടൊപ്പം തന്നെ കലാമണ്ഡലത്തിന്, ഒരു കലയുടെ ഈറ്റില്ലമെന്നൊക്കെ വിശേഷിപ്പിക്കപ്പെടുന്ന കലാമണ്ഡലത്തിന് സാമ്പത്തികമായി ഒരു സ്വയം പര്യാപ്തതയിലേക്ക് എത്താൻ കഴിയുന്ന രീതിയിൽ ഒരു പ്രത്യേക വിഭാഗത്തെ ചിട്ടപ്പെടുത്തണം. ഇതൊക്കെ സത്യത്തിൽ അതിൻ്റെ ഭരണാധികാരികൾ വളരെ ശക്തമായി ചിന്തിക്കേണ്ടതാണ്. ഇത്തരം സംവിധാനങ്ങൾ അവിടെ ഉണ്ടോ എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ അത്രമാത്രം അറിവുള്ളവനല്ല. എങ്കിൽ പോലും ചിട്ടയോടുകൂടി ഇത്തരത്തിൽ ഒരു ഏകോപനം നടത്തി കലാസംഘങ്ങളെ ഇത്തരം പ്രോഗ്രാമുകൾക്ക് അയച്ച് അതിനെ ഒരു സാമ്പത്തികമായ സ്വയം പര്യാപ്തതയിലേക്ക് സ്ഥാപനത്തെ നയിക്കുന്ന രീതിയിലേക്ക് വളർത്തിയെടുക്കാൻ കഴിയുന്നൊരു സംവിധാനമാക്കി മാറ്റിയെടുക്കുന്നതിൽ ഇതുവരെ കാര്യമായ മുന്നേറ്റങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്ന് മനസ്സിലാക്കുന്നത് കൊണ്ടാണ് ഇത്തരമൊരു വീഡിയോവുമായി രംഗത്ത് വരുന്നത്. ഇങ്ങനെ ഒരു സംവിധാനം ആവിഷ്കരിക്കുകയാണെങ്കിൽ ഈ സാമ്പത്തിക പരാധീനതയെക്കുറിച്ച്, ശമ്പളം നൽകാൻ പണമില്ലെന്ന വിലാപങ്ങളൊന്നും കലാമണ്ഡലത്തിൻ്റെ അധികാരികൾക്ക് വരും നാളുകളിൽ ഉയർത്തേണ്ടി വരില്ല എന്നുള്ളത് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു. ഈ ഒരു രീതിയിലേക്ക് മാറുന്നതിനെക്കുറിച്ചുള്ള വലിയ രീതിയിലുള്ള ചർച്ചകളാണ് ഇനി ഉയർന്നു വരേണ്ടത്. നമസ്കാരം.